തായ്ലൻഡ് സീരീസിലെ 7ാമത്തെ വ്ളോഗാട്ടത്. ഞാനിപ്പോൾ ഇത് നക്കോൺ രാജസിമ, അതായത് പഴയ കൊറാത്ത്. അപ്പോൾ നമ്മളിങ്ങനെ അവരുടെ റോഡുകളും ആ ഏരിയയൊക്കെ ഒന്ന് കണ്ട് കാറിലിരുന്ന് വീഡിയോ പകർത്തിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് തന്നെ വലിയ വ്യത്യാസമില്ല. പാടങ്ങൾ നമ്മുടെ നാട്ടിലത്ര കേരളത്തിൻ്റെ അത്ര ഡെൻസിറ്റി ഇല്ല, മീൻസ് വീടുകളൊക്കെ കുറച്ച് അകലെയാണ്. ശരിക്കും മരങ്ങളും ചെടികളും പാടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ചില്ലിൻ്റെ പുറത്തേക്ക് വീഡിയോ എടുക്കണ കാരണം ഇങ്ങനെ ആകാശത്തിൻ്റെ വ്യൂ കൂടുതൽ കിട്ടണം കേട്ടോ. കാരണം ഞാനത് ക്രോപ്പ് ചെയ്തെടുത്തിട്ടാണ്, അതല്ലെങ്കിൽ മറ്റേ കാറിൻ്റെ ചില്ല് ഫുള്ളുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീടുകളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. വലിയ വലിയ വീടുകളാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ മെയിനായി ശ്രദ്ധിച്ചത് ഇത് കോസ്റ്റ് കുറയണത് എവിടെയാണെന്ന് വെച്ചാൽ റൂഫിങ്ങിന് കാശ് കുറച്ച്. കോൺക്രീറ്റ് റൂഫല്ല കാണുന്നത്. എല്ലാ ബിൽഡിങ്ങിലും സാൻഡ്വിച്ച് പാനൽ പോലത്തെ റൂഫിങ്ങാണ് കാണുന്നത്. പിന്നെ എല്ലാ വീട്ടിലും AC ഉണ്ടായിരിക്കും, അപ്പോൾ വലിയ ഇഷ്യൂ ഇല്ലാന്ന് തോന്നുന്നു. കണ്ട കോൺക്രീറ്റിങ് കുറവാണ് പല സ്ഥലങ്ങളിലും. കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു കവല എത്തിയിട്ടുണ്ട് നമ്മൾ. ചെറിയൊരു മാർക്കറ്റ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒറ്റ നില 2 നില ബിൽഡിങ്ങുകൾ. നേരം വെളുത്ത കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളതുകൊണ്ട്. പിന്നെ നല്ല കട്ട ചൂടാണ് കേട്ടോ പുറത്തുള്ളത്. അതിൻ്റെ അപ്പുറത്തൊരു ഷെഡ് കണ്ടോ അവിടെ. മുവാങ്കോങ് മാർക്കറ്റിലേക്കാണ്. നമ്മുടെ നക്കോൺ രാജസീമ പ്രവിശ്യയിലെ മുവാങ്കോങ് ജില്ലയിലാണ് ഈ മുവാങ്കോങ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുന്നത് മുവാങ്കോങ് മാർക്കറ്റ് എന്ന് പറയും. ഇതിൻ്റെ പേര് മുവാങ്കോങ് മാർക്കറ്റ്. ഇതിൽ നമ്മുടെ നക്കോൺ രാജസീമ പ്രവിശ്യയിൽ മുവാങ്കോങ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1.5 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു നമ്മളെ റിസോർട്ടിൽ നിന്ന് ഇവിടേക്ക്. പിന്നെ സൂപ്പർ എല്ലാതരം ഫുഡുകളുമായിട്ട്. സ്ത്രീകളാണ് കേട്ടോ മെയിൻ കച്ചവടക്കാർ, അതും പ്രായമായ സ്ത്രീകൾ.
എല്ലാ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ ഒരു ചെറിയ മാർക്കറ്റ്, പക്ഷേ ഈ ലൊക്കാലിറ്റിയിലെ എല്ലാവരും സാധനങ്ങൾ വാങ്ങാനും വെക്കാനും ഇങ്ങോട്ടാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ട്. മാർക്കറ്റിൽ നോക്കിയ എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഇവിടെ കിട്ടും. ഫ്രൂട്ട്സുകൾ ഒരു ഭാഗത്ത്, ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഡ്രൈ ഫിഷുകളും ഉണ്ട് കേട്ടോ ഒരു ഭാഗത്ത്. ചെറിയൊരു മാർക്കറ്റ്, പക്ഷേ ഈ ഒരു ലോക്കൽ ഏരിയയിലേക്കുള്ള മെയിൻ സംഭവം അമ്മായി ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കണം. പണി വാളും. ഈ ടൂറ് പോകുമ്പോൾ എനിക്കൊരു പ്രത്യേകത, വിശപ്പ് അധികം ഉണ്ടാവില്ല. വിശപ്പ് പെട്ടെന്ന് കുറയും ടൂറ് പോകുമ്പോൾ കേട്ടോ, അതൊരു പ്രത്യേകതയാണ്. ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോ, പിന്നെ അതെ ഈ സൈഡിലുണ്ട് കുറച്ച്. ഞങ്ങൾ പതുക്കനെ റൗണ്ട് അടിച്ച് അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഈ ഭാഗത്ത് എഗ്ഗുകൾ മാത്രം ഇരിക്കുന്നു. എഗ്ഗ് അപ്പുറത്ത് ഫിഷ് ഐറ്റംസ് ഇരിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ. ചെറിയ ഒരു മാർക്കറ്റ് അത്രയേ ഉള്ളൂ. നമ്മളത് ഒന്ന് കണ്ട് ഒരു ജനങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ളൊരു ഏറ്റവും വലിയ ഈസി വേ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ കാലത്ത് വീട്ടിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊണ്ട് പോകണു. നല്ല ഇവിടെയുള്ള പ്രത്യേകത റോഡുകളും കാര്യങ്ങളും. നമ്മുടെ നാട്ടിലുള്ള ഇത്രയും മഴയുള്ള സ്ഥലമാണ്, പക്ഷേ ഗട്ടറും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് പ്രോപ്പർ ഡ്രെയിനേജ് ഉണ്ടായിരിക്കും. അതോ ടെക്നോളജി വരെയാണോ നമുക്കറിയില്ല. മൂക്കിലേക്ക് അടിപൊളി സ്മെല്ലടിച്ചു തുടങ്ങി. അപ്പുറത്ത് ഫുഡിൻ്റെ മയാണ് അവിടെ. നല്ല അടിപൊളി ഗ്രില്ലുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് ഫുഡിൻ്റെ ഏരിയ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഫുഡ് മയാണ്. ഈ ഏരിയ കംപ്ലീറ്റ് ഫുഡാണ്. വന്നിട്ട് വേണം സോസേജ് ഫ്രൈ വാങ്ങാൻ നടന്നു വരുമ്പോൾ ബാക്കി. എന്താണ് വെറൈറ്റി തട്ടുകട എല്ലാത്തിൻ്റെയും ഫുഡുകളും. ഞാൻ അമ്മച്ചിയോട് ഓംലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. ഓംലേറ്റ് ഇത്ര കോമൺ ഫുഡായിട്ട് അത് അറിയില്ല പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. കാലത്തിൻ്റെ ഒരു പ്രോട്ടീൻ അടിക്കാന്ന് വെച്ചിരിക്കുന്നത് എഗ്ഗ്. പിന്നെ ഉള്ളിലോട്ട് പോകുന്തോറും ഫുഡ് മാറി.
ഇപ്പോൾ ക്ലോത്ത്സിൻ്റെ ഒക്കെ ഏരിയ വന്നു തുടങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ക്ലോത്തുകൾ, ഇത് റോഡ് തന്നെയാണ്. റോഡിൻ്റെ അപ്പുറത്തും ടെൻ്റ് അടിച്ചു എന്നുള്ള ചൂടായതുകൊണ്ട് എന്തായാലും സൂപ്പർ കൺസെപ്റ്റ് ആയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കേണ്ടവർക്ക് തട്ടുകട ഏരിയയിലേക്ക് വരാം. ഞാൻ പറഞ്ഞില്ലേ ലെഫ്റ്റ് സൈഡിൽ ക്ലോത്ത്സുകൾ കണ്ടില്ലേ. പാടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടാ ആളുകൾ, പണിക്കാർ അത്യാവശ്യം ശരിക്കും. ലെഫ്റ്റ് സൈഡിൽ കർഷകരുടെ ഏരിയ ആയി തുടങ്ങി. വലിയൊരു പാവപ്പെട്ട ഇതൊന്നും കാണുന്നില്ല. എല്ലാവരും വലിയ വീടൊക്കെ ഉള്ളവർ, അത്യാവശ്യം വേണ്ട ഒരു ചെറിയ ഒറ്റ നിലയിൽ 2 നില വീടുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഭാഗത്ത് മൊത്തം കാണുന്നത്. കൂടുതൽ ഉള്ളിലേക്ക് പോകുന്തോറും അത്ര പാവപ്പെട്ട ജനതയല്ല, അത്യാവശ്യം പ്രോസ്പെറസ് ആയിട്ടുള്ളതാണ് കാണുന്നത്. റോഡ് സൈഡിലിട്ട് തന്നെ ഉള്ളിൽ ലക്ഷം വീട് കോളനി പോലത്തെ ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ ഈ കാണുന്ന അടിപൊളി റോഡും അത്യാവശ്യം നല്ല ഏരിയയാണ് ഇപ്പോൾ ഞാനുള്ള പ്രൊവിൻസ്. ഇപ്പം ഇത് ഞാൻ ഡ്രൈവറോട് എൻ്റെ സ്ഥലം പേരെന്ന് ചോദിച്ചോട്ടെ. ഒരു പ്രത്യേകത കണ്ടത് പല വീടുകളുടെയും അടിയിൽ പാർക്കിങ്ങും ഫസ്റ്റ് ഫ്ലോറിൽ വീടും മാത്രമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അടിയിൽ ഫുള്ള് ഓപ്പൺ സ്പേസാണ്. അമ്പർക്കോൺ എന്നാണ് കേട്ടോ വില്ലേജിൻ്റെ പേര്, അമ്പർക്കോൺ വില്ലേജ്. അങ്ങനെ വില്ലേജുകളുടെ ഹൃദയത്തിലൂടെയുള്ള എൻ്റെ യാത്ര തുടരുകയാണ് മക്കളെ. അങ്ങനെ നല്ലൊരു അന്തരീക്ഷം, നല്ല കാലാവസ്ഥ, നല്ല വൈബ്, എന്താ പറയുക, നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തായ്ലൻഡ് നമുക്ക് സന്തോഷം മാത്രമേ തരുന്നുള്ളൂ കേട്ടോ. നല്ല ഹാപ്പിയാണ്. എല്ലാം നമുക്ക് ഫേവറാണ്. ഫുഡ്, നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ ഓൾമോസ്റ്റ് ഇന്ത്യ തന്നെ, ഒരു വ്യത്യാസം കാണില്ല. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഈ വില്ലേജുകളൊക്കെ. കാരണം അത്യാവശ്യം ഡെവലപ്ഡ് വില്ലേജ് എന്ന് പറയാം. നമ്മുടെ നാട്ടിലെ പോലെ പെട്ടിക്കടകളോ അങ്ങനത്തെ അധികം കടകളോ ഒന്നും ഇല്ലാന്ന് മാത്രം വ്യത്യാസമുള്ളൂ. ക്ലൈമറ്റും ആ ഏരിയയും ഒക്കെ നമ്മുടെ എന്താ പറയുക, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമുണ്ട് ആ ഏരിയയിലത്തെ പോലെ തന്നെയാണ് കാണുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.